അഡ്വക്കേറ്റ് അനിൽ ബോസ് 2 കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ്. ഒന്ന്, ദിവ്യ എസ് അയ്യരെ അധികാരത്തിൽ വന്ന് നിന്ന നിൽപ്പിൽ മാറ്റിയ പശ്ചാത്തലമുണ്ട്. അത് ചില കാര്യങ്ങൾ മറയ്ക്കാനുള്ളത് കൊണ്ടാണ്, ഒളിക്കാനുള്ളത് കൊണ്ടാണ് എന്ന് ആരോപണം ഉന്നയിക്കുന്നുണ്ട് പ്രതിപക്ഷം. അതിൽ ഇന്നിപ്പോൾ കെ രാഗേഷിൻ്റെയൊക്കെ പ്രതികരണം ഫേസ്ബുക്കിൽ വന്നു. തന്ത്രപരമായ തീരുമാനങ്ങൾ എടുക്കുന്നതിൽ കരാർ ലംഘനവുമായി ബന്ധപ്പെട്ട് ഇടപാടുകൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ ജാഗ്രത കാണിച്ച ഒരു ഉദ്യോഗസ്ഥയെ അവിടെ നിന്ന് മാറ്റാനുള്ള തിടുക്കം അദാനിക്ക് വേണ്ടിയായിരുന്നു എന്നൊരു ആരോപണം വളരെ ഡയറക്റ്റായിട്ട് ഉന്നയിക്കുന്നു. രണ്ടാമത്തെ കാര്യം, വി ഡി സതീശൻ അദാനിയെ വിമർശിച്ചിട്ടില്ല എന്നതാണ്. ഈ നിമിഷവും വിമർശിച്ചിട്ടില്ല. ഞങ്ങൾ അറിഞ്ഞില്ല, പത്രം വായിച്ചാണ് അറിഞ്ഞത് എന്ന് പറഞ്ഞാൽ പോരാ. അങ്ങനെയുണ്ടെങ്കിൽ അത് നടക്കില്ല എന്നെന്തുകൊണ്ടാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് നിയമസഭയിൽ പറയാൻ കഴിയാതെ പോയത് എന്നും ചോദിക്കുന്നു പ്രതിപക്ഷം. CPM-ന്റെ പ്രതിനിധി ശ്രീ അനിൽകുമാറിന്റെ ഭാഷയിൽ കുരച്ചു ചാടുക എന്നൊരു പ്രയോഗം നടത്തി. ഇത് മാർക്സിസ്റ്റുകാരുടെ പൊതു സ്വഭാവമാണ്. അത് കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ സ്വഭാവമാണ് എന്ന് പറഞ്ഞാൽ കേരളത്തിലെ രാഷ്ട്രീയ എതിരാളികളിൽ പെട്ട വോട്ടർമാർ പോലും അത് അംഗീകരിക്കില്ല. കാരണം വളരെ കാമ്പുള്ള, വളരെ കൃത്യമായി വിഷയങ്ങൾ പഠിച്ച് അപഗ്രഥിച്ച് സഭയെയും പൊതുസമൂഹത്തെയും ബോധ്യപ്പെടുത്തുന്നതിൽ ഇന്ന് കേരള നിയമസഭയിലുള്ളതിൽ ഏറ്റവും നല്ല കമ്മ്യൂണിക്കേറ്ററും ഡിബേറ്ററും സ്പീക്കറുമാണ് ശ്രീ വി ഡി സതീശൻ. അതുകൊണ്ട് ഈ ബാലിശമായ ആരോപണങ്ങൾ ഉന്നയിച്ച് കടന്നു പോകുന്നതിൽ അർത്ഥമില്ല. ഇവിടെ മാധ്യമങ്ങളിലൂടെ വാർത്ത വരുന്നു, അദാനി MSI കമ്പനിക്ക് ഓഹരി കൈമാറുന്നതുമായി ബന്ധപ്പെട്ട വലിയ വാർത്ത വരുന്നു. വലിയ PR വർക്ക് അതിൻ്റെ പിന്നിൽ നടക്കുകയാണ്. ഗവൺമെന്റിനെ പിന്തുണയ്ക്കുന്ന മുന്നണി പാർട്ടി എന്താ ഞങ്ങൾ പറഞ്ഞത്? പാർട്ടിയുടെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി കേരളത്തുകാരനായിട്ടുള്ള ശ്രീ KC വേണുഗോപാൽ എന്തോ പറഞ്ഞു അത്ര. എന്താ അദ്ദേഹം പറഞ്ഞത്? ഈ പറയുന്ന വാർത്തകളുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങൾ ചോദിച്ചപ്പോൾ പറഞ്ഞത്, അത്തരം കാര്യങ്ങൾ സർക്കാരിന്റെ അറിവോടുകൂടി നടന്നിട്ടുണ്ടോ, അതിൽ സുതാര്യത ഉറപ്പാക്കിയിട്ടുണ്ടോ, ഈ കേൾക്കുന്ന വാർത്തകൾ ശരിയാണോ, ശരിയാണെങ്കിൽ അത് വ്യക്തമാക്കി അത് പഠിച്ച് ബോധ്യപ്പെട്ടല്ലാതെ അതിലേക്ക് പോകാൻ പാടില്ല. കേരളത്തിന്റെ മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞ എന്താണ്? സർക്കാരിന്റെ അറിവോടെ അങ്ങനൊരു കാര്യം നടന്നിട്ടില്ല, ഞങ്ങളൊരു അനുമതിയും കൊടുത്തിട്ടില്ല. നമ്മൾ എന്തിനാ എഴുതാപ്പുറം വായിക്കുന്നത്? ഇവിടെ CPM പ്രതിനിധി, മിനിമം പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ നിയമസഭയിലെ പ്രസംഗം ഒന്ന് കേൾക്കുക. അദ്ദേഹം പറഞ്ഞ എന്താണ്? ഈ വാർത്ത ആശങ്കയോടുകൂടിയാണ് കേട്ടത്, എന്നാൽ മുഖ്യമന്ത്രിയുടെ മറുപടിയോടുകൂടി, സഭയിലെ മറുപടിയോടുകൂടി അതിൽ എനിക്ക് ക്ലാരിറ്റി വന്നിട്ടുണ്ട്. ചില ആശങ്കകളുണ്ട്. കാരണം ഈ ഓഹരി കൈമാറ്റം യാഥാർത്ഥ്യമായാൽ ഒരു സിംഗിൾ ഓണർഷിപ്പിന്റെ കീഴിൽ വരുന്ന ഷിപ്പുകളുടെ കൈമാറ്റം അതേ പിണറായി വിജയൻ വാർത്താ സമ്മേളനം വിളിക്കുമ്പോൾ സർക്കാർ ഇത് അറിഞ്ഞില്ല എന്ന് വിശ്വസിക്കാൻ കഴിയില്ല എന്ന വിമർശനം ഉന്നയിക്കുന്നുണ്ട്. സ്വാഭാവികം, അത് പ്രതിപക്ഷത്തിന്റെ ഡ്യൂട്ടിയല്ലേ. കേൾക്കുന്ന വാർത്തകളിൽ പ്രതിപക്ഷം പിന്നെന്താ പറയേണ്ടത്? കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് വേണ്ടി സംസാരിക്കേണ്ട ആളല്ലല്ലോ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവാണോ? പ്രതിപക്ഷ നേതാവിന്റെ പാർട്ടിയും മുന്നണിയും ഞങ്ങൾക്ക് ഗവൺമെന്റിന് വേണ്ടി സംസാരിക്കേണ്ടവരാണോ? അല്ല, ആ വാർത്ത കേട്ടതിനു ശേഷം, വാർത്ത അറിഞ്ഞതിനു ശേഷം, പാർട്ടി പത്രവും വായിച്ചതിനു ശേഷമായിരിക്കുമല്ലോ സ്വാഭാവികമായും അദ്ദേഹം നിയമസഭയിൽ ക്ലാരിറ്റി വന്നു എന്ന് പറഞ്ഞത്. അതിനുശേഷം വാർത്താ സമ്മേളനം വിളിക്കുമ്പോൾ പക്ഷേ ആരോപണം ഉന്നയിക്കുകയാണ് ചെയ്യുന്നത്. അല്ല, ഞാൻ പറഞ്ഞത്, എനിക്ക് പ്രതിപക്ഷ നേതാവിന്റെ പ്രസംഗത്തിലോ അദ്ദേഹത്തിന്റെ പത്രസമ്മേളനത്തിലോ ഞാൻ തർക്കം പറയുന്നില്ലെന്നേ. ഞാൻ CPM പ്രതിനിധിയുടെ രീതിയല്ല എന്റെ രീതി, നിങ്ങളത് മനസ്സിലാക്കുക. കോൺഗ്രസിന്റെ രീതി അതല്ല. ഇല്ലാത്തൊരു വിഷയത്തെ സംബന്ധിച്ചാണ് നമ്മുടെ ചർച്ച. നിലവിൽ അങ്ങനെ ഒരു അനുമതി കേരള സർക്കാർ നൽകിയിട്ടില്ല. പിന്നെ അദാനി അവരുടെ ഷെയർ കൈമാറുന്നതുമായി ബന്ധപ്പെട്ട് മൂവ് ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ ചുമ്മാ നമ്മൾ തമാശ കളിക്കേണ്ട സ്ഥലം അല്ലല്ലോ അനിലേ. നമ്മളൊക്കെ എത്രയോ കാലമായി ഡിബേറ്റിൽ ഇരിക്കുന്നതാണ്. ഞാൻ പറയുന്നത്, നിലവിൽ ഓഹരി കൈമാറ്റവുമായി ബന്ധപ്പെട്ട വാർത്ത വന്നു, അതിന് സർക്കാർ അനുമതി വേണമെന്നിരിക്കെ നമ്മുടെ സർക്കാർ അനുമതി കൊടുത്തിട്ടില്ല. അതുമായി ബന്ധപ്പെട്ട പഠനം നടക്കണം. അത്തരം കാര്യങ്ങളുണ്ടോ, അദാനി കമ്പനി അത് ചെയ്തിട്ടുണ്ടോ, അത് ഗവൺമെന്റ് അനുമതി വാങ്ങണ്ടേ? ആ ഗവൺമെന്റ് അനുമതി വാങ്ങണമെങ്കിൽ ആ പ്രോസസ് നടക്കണ്ടേ? അതിൽ ഞങ്ങളുടെ ഗവൺമെന്റ് ഏതെങ്കിലും ഒരു നിലപാടെടുക്കണ്ടേ? നിയമസഭയേക്കാൾ വലുതാണോ നമ്മുടെ ഈ ഡിബേറ്റ് ചെയ്യുന്ന ഈ വേദി? നിയമസഭയിൽ പരസ്പരം രേഖാമൂലം നിയമസഭാ രേഖകളിൽ പെടുന്ന ചോദ്യങ്ങളും ഉത്തരങ്ങളും നടന്നു കഴിഞ്ഞു. അതുമായി ബന്ധപ്പെട്ട് ഒരു നടപടിക്രമം നടന്നിട്ടില്ല എന്ന് നിയമസഭയെ ബോധ്യപ്പെടുത്തി കഴിഞ്ഞാൽ ഇനി അടുത്ത സ്റ്റെപ്പിലേക്ക് വരട്ടെ അടുത്ത സ്റ്റെപ്പിലേക്ക് വരട്ടെ. ഇതിന്റെ നടപടിയുമായി ബന്ധപ്പെട്ട് അദാനി കമ്പനി ഓഹരി കൈമാറ്റവുമായി ബന്ധപ്പെട്ട് ഗവൺമെന്റിനെ സമീപിക്കട്ടെ. ആ സമീപിക്കുമ്പോൾ അനുമതി കൊടുക്കുന്നുണ്ടോ ഇല്ലയോ? അങ്ങനെ കൊടുത്താൽ അതിൽ ഏതെങ്കിലും കബളിപ്പിക്കൽ നടപടി ഉണ്ടോ? കേരളത്തെ ബാധിക്കുന്ന, മറ്റ് കമ്പനികളെ ബാധിക്കുന്ന
വിഴിഞ്ഞം തുറമുഖത്തിനോ അല്ലെ കേരളത്തിന്റെ പൊതു കാഴ്ചപ്പാടിനോ നഷ്ടമുണ്ടാക്കുന്ന, വികസനത്തിന് നഷ്ടമുണ്ടാക്കുന്ന ഏതെങ്കിലും കാര്യമുണ്ടോ? ഉറപ്പായിട്ട് പരിശോധിക്കും. അത് പരിശോധിച്ചുകൊണ്ട് മാത്രമേ ചെയ്യൂന്ന് മുഖ്യമന്ത്രി സഭയിലും ഈ പാർട്ടിയെ നയിക്കുന്ന ഇന്ത്യയിലെ കോൺഗ്രസിന്റെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി പരസ്യമായും ശ്രീ കെ സി വേണുഗോപാൽ പത്രസമ്മേളനത്തിലും പറഞ്ഞു. സുതാര്യമായിട്ടല്ലാതെ ഇപ്പോൾ കേൾക്കുന്ന വാർത്തകളുടെ അടിസ്ഥാനത്തിലുള്ള കാര്യം നടത്താൻ ഇത് BJP സർക്കാർ അല്ല എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് സർക്കാർ അങ്ങനെ ചെയ്യില്ല എന്നാണ്. അപ്പൊ ഞങ്ങൾ പരിശോധിക്കും. ആ ഒരു സ്റ്റെപ്പിലേക്ക് വരണമെന്നേ. ഒന്നാമത്തെ കാര്യം, മുഖ്യമന്ത്രി പറഞ്ഞു അങ്ങനെ മാധ്യമങ്ങൾക്കുള്ള സോഴ്സ് മാത്രമേ ഒരു സംസ്ഥാനത്തിന്റെ സർക്കാരിന്, ഇന്റലിജൻസ് സംവിധാനം അടക്കമുള്ള ഒരു സംസ്ഥാനത്തിന്റെ സർക്കാരിനുള്ളോ എന്നത് ഒരു സ്വാഭാവിക ചോദ്യമാണ്. രണ്ടാമത്തേത്, ഇപ്പൊ കെ സി വേണുഗോപാൽ ഉന്നയിച്ച അതേ സംശയമാണ് മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉന്നയിക്കുന്നത്. ഇവിടെ അനധികൃതമായ സഹായങ്ങൾ കിട്ടാൻ ഇത് BJPയുടെ സർക്കാർ ഭരിക്കുന്ന ഇടമാണോ എന്ന് കരുതിയോ, അദാനി കരുതിയോ എന്ന് കെ സി വേണുഗോപാൽ ചോദിക്കുന്നു. എങ്ങനെയാണ് അവർക്ക് ഇത്ര ധൈര്യം കിട്ടിയത് എന്ന് കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രിയും ചോദിക്കുന്നു, പ്രതിപക്ഷ നേതാവ് ചോദിക്കുന്നു. ഇവർക്ക് രണ്ടുപേർക്കും ഈ കാര്യത്തിൽ വലിയ അത്ഭുതമാണ് ഉണ്ടാകുന്നത്. എങ്ങനെയാണ് ഇവർക്ക് ഇത് സാധ്യമായത്? എങ്ങനെയാണ് സർക്കാർ അറിയാതെ നീങ്ങാൻ സാധിച്ചത് എന്നത്? അല്ല, പ്രതിപക്ഷ നേതാവ് ചോദിച്ച ചോദ്യത്തെ ഞാൻ എതിർത്തില്ലല്ലോ. എതിർത്തോ? പ്രതിപക്ഷ നേതാവ് സംസ്ഥാനത്ത് ഗവൺമെന്റിന്റെ മേൽനോട്ടത്തിൽ നടക്കേണ്ടതും ഇടപെടലുകളിൽ നടക്കേണ്ടതുമായ ഒരു കാര്യത്തെ സംബന്ധിച്ച ഒരു വാർത്ത വരുമ്പോൾ അത് ശരിയാണോ എന്ന് അന്വേഷിക്കാനും അതിൽ കുറ്റമുണ്ടെങ്കിൽ ചൂണ്ടിക്കാണിക്കാനും ബാധ്യതയുള്ള ആളാണെന്ന് പ്രതിപക്ഷ നേതാവ്. അദ്ദേഹത്തിന്റെ വിമർശനങ്ങൾ ശരിയാണോ എന്ന് പരിശോധിക്കണമെങ്കിൽ ആ ഒരു സ്റ്റെപ്പിലേക്ക് ഞങ്ങൾ പോകണം. കോൺഗ്രസ് പാർട്ടി കേട്ട വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ പാർട്ടിക്ക് തോന്നിയ ആശങ്ക, ആകുലത ഗവൺമെന്റിനും പൊതുസമൂഹത്തിനും ബോധ്യമാകുന്ന തരത്തിൽ പാർട്ടി അവതരിപ്പിച്ചു. പക്ഷെ നിയമസഭ എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനമല്ലേ? അവിടെ വന്നിട്ടുള്ള ചോദ്യങ്ങളിൽ പറയുന്നതല്ലേ ഏറ്റവും പ്രധാനപ്പെട്ട മുഖ്യമന്ത്രി. നിയമസഭ ചേർന്ന ദിവസം എന്ന് പറയുന്നത് ഇതിൽ വളരെ പ്രാഥമികമായ ചില വിവരങ്ങൾ മാത്രം പുറത്തു വന്ന ദിവസമാണ്. ശേഷം പ്രതിപക്ഷം വാർത്താ സമ്മേളനം വിളിച്ച് വലിയ വിമർശനങ്ങളൊക്കെ ഉന്നയിക്കുന്നുണ്ട്. അതിലൊന്നും ഒരു ക്ലാരിറ്റി വരുത്തി മറുപടി പറയാൻ ഇതുവരെയും മുഖ്യമന്ത്രി തയ്യാറായിട്ടില്ല. അല്ല, മുഖ്യമന്ത്രി ഓരോ സഭയിൽ ചോദ്യങ്ങൾക്ക് കൃത്യമായും വ്യക്തമായും മറുപടി പറഞ്ഞിട്ടുണ്ട്. ഇനി പറയണമെങ്കിൽ അടുത്ത സ്റ്റെപ്പിലേക്ക് വരണം. ഈ ഓഹരി കൈമാറ്റവുമായി ബന്ധപ്പെട്ട ഒഫീഷ്യലായ നീക്കുപോക്കുകൾ നടക്കണം. അങ്ങനെ നടക്കുമ്പോൾ മുഖ്യമന്ത്രി പ്രതികരിക്കും. അല്ല, ഓഹരി കൈമാറ്റത്തിന് ആവശ്യമായ അപേക്ഷ അദാനി സമർപ്പിച്ചു. അതുമായി ബന്ധപ്പെട്ട് എംപവേർഡ് കമ്മിറ്റി രൂപീകരിച്ചു. അവരുടെ അഭിപ്രായ പ്രകാരം എന്ന നില സർക്കാർ സ്വീകരിച്ചു. ഇതൊന്നും വിശദീകരിക്കണ്ടേ? അല്ല, ഞാൻ പറയട്ടെ, കഴിഞ്ഞ 10 വർഷക്കാലം നിങ്ങളുടെ മുന്നിൽ ഇരിക്കാൻ ഒരു മുഖ്യമന്ത്രിയെയും കിട്ടിയില്ലല്ലോ. കിട്ടിയോ? കഴിഞ്ഞ 10 വർഷക്കാലം പിണറായി വിജയൻ വാർത്താ സമ്മേളനം നടത്താതിരുന്നിട്ടില്ല. ചില കാര്യങ്ങളിൽ കാലതാമസം ഉണ്ടായിട്ടുണ്ട്. ആ കാര്യങ്ങളൊക്കെ ശരിയാണ്. നിങ്ങളതൊക്കെ മാറ്റാൻ വന്നവരല്ലേ? നിങ്ങൾ ചുമ്മാ തമാശ പറയല്ലേ? കേരളത്തിലെ ജനങ്ങളെ മുഴുവൻ പൊട്ടനാക്കുന്ന രീതി മാധ്യമപ്രവർത്തകർ പെരുമാറല്ലേ? ചോദ്യങ്ങൾ എങ്ങനെയായിരുന്നു പത്രക്കാരോടുള്ള അദ്ദേഹത്തിന്റെ സമീപനം? എപ്പോൾ കണ്ടു, എങ്ങനെ കണ്ടു, ഏതൊക്കെ ചോദ്യങ്ങളെ അഭിമുഖീകരിച്ചു? ഇതൊക്കെ കേരളത്തിലെ ജനങ്ങളെല്ലാരും അവർക്കെല്ലാം മറവി രോഗമുള്ളവരാണ്. അല്ല, മറവി രോഗമുള്ളവരല്ല. ഇപ്പോൾ കാണുന്നത് തിരിച്ചറിയാൻ കഴിയാത്ത ആളുകളുമല്ല. അല്ല, മുൻ മുഖ്യമന്ത്രിയുടെയും ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയുടെയും മാധ്യമ സമീപനമൊക്കെ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. അതവിടെ നിൽക്കട്ടെ. അതിൽ ആരാണ് ഭേദമെന്ന തർക്കമല്ലല്ലോ ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. അദ്ദേഹം ഇതുവരെയും പ്രതികരിച്ചിട്ടില്ല. ശരി, പിണറായി വിജയൻ വാർത്താ മാധ്യമങ്ങളെ കൈകാര്യം ചെയ്ത രീതി മോശമായിരുന്നു. മോശപ്പെട്ടവരല്ലാത്തവർ വരട്ടെ എന്നേ, മാധ്യമങ്ങളോട് സംസാരിക്കട്ടെ എന്നേ. മാധ്യമങ്ങളോട് സംസാരിച്ചിട്ടുണ്ടല്ലോ. അദ്ദേഹം ഇതിനു മുമ്പ് വേറൊരു വിഷയവുമായി ബന്ധപ്പെട്ട് പത്രക്കാരെ കാണുന്നില്ല എന്ന് പറഞ്ഞ് വലിയ ബഹളങ്ങളായിരുന്നല്ലോ. അദ്ദേഹം പത്രക്കാരെ കണ്ടില്ലേ? പത്രസമ്മേളനം നടത്തിയില്ലേ? അദ്ദേഹം ചോദിച്ച ചോദ്യങ്ങൾക്കെല്ലാം 1 by 1 ആയിട്ട് മറുപടി പറഞ്ഞില്ലേ? അദ്ദേഹത്തിന് അറിയാം കൃത്യമായി കേരളത്തിന്റെ പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്തണമെങ്കിൽ മാധ്യമങ്ങളോട് സംസാരിക്കണമെന്നും അതിന് സമയക്രമം വിഷയങ്ങളാണ്. അദ്ദേഹം ക്യാബിനറ്റ് യോഗത്തിന് ശേഷമാണ് മാധ്യമങ്ങളെ കണ്ടത്. അപ്പോൾ അദ്ദേഹം ആ കാര്യത്തിലേക്ക് വളരെ ഡീറ്റെയിൽ ആയി പോയിട്ടില്ല. അതിലൊരു തീരുമാനവും എടുത്തിട്ടില്ല. ഇപ്പോഴും ആ കാര്യത്തിൽ യാതൊരു തീരുമാനവും വിട്ടതേയുള്ളൂ. ആ കാര്യത്തിൽ ഇതുവരെ തീരുമാനമെടുക്കാതെ തന്നെയാണ് ബജറ്റിന്റെ ഭാഗമായി അങ്ങ് പറഞ്ഞ വിവാദ വിഷയം വരികയും ചെയ്തത്. അല്ല, ഞാൻ പറയുന്നത് നിങ്ങൾ കാണേണ്ടത് മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ സഭയ്ക്കകത്തും പുറത്തും ക്യാബിനറ്റ് കൂടിയിട്ടോ അദ്ദേഹത്തെ ജയിപ്പിച്ച പാർട്ടിയും മുന്നണിയും ആലോചിച്ചിട്ടോ പറയേണ്ട വിഷയങ്ങൾ അങ്ങനെ തന്നെ പറയും. അത് ചിലപ്പോൾ ദിവസങ്ങൾ എടുത്തെന്നിരിക്കും. അതൊക്കെ സ്വാഭാവികമല്ലേ? ഇവിടെ പ്രശ്നം എന്താ? ഇവിടെ പ്രശ്നം ഈ ഓഹരി കൈമാറ്റത്തിന് വേണ്ട അനുമതി കേരള സർക്കാർ കൊടുത്തിട്ടുണ്ടോ ഇല്ലയോ? ചോദ്യമുള്ളൂ. ഞാനും മാധുവുമായി ഇരുന്ന ചർച്ചയിൽ എത്രയോ പ്രാവശ്യം മാധു എന്നോട് തർക്കിച്ചു. മദ്യനയവുമായി ബന്ധപ്പെട്ടാണെങ്കിലും PMCയുമായി ബന്ധപ്പെട്ടാണെങ്കിലും അവിടെ എല്ലാം ഞങ്ങളെടുത്ത ക്ലിയർ പൊസിഷനാണ്. കേരളത്തിലെ ഗവൺമെന്റിന് ഇല്ലാത്തൊരു നയത്തിന്റെ പേരിൽ ഒരു ഗവൺമെന്റിന്റെ കാര്യങ്ങൾ പറഞ്ഞ് ഞങ്ങൾ ഇവിടെ മദ്യത്തിൽ മുക്കിക്കൊല്ലാൻ പോവാണ് എന്ന് പറഞ്ഞ് ബഹളം വെക്കുകയാണ്. 29 വാഹനങ്ങൾ 900 ആക്കിയവരും
നാട് മുഴുവൻ ബിവറേജസ് ഔട്ട്ലെറ്റുകൾ കൊടുത്തവരും ഈ ലഹരി വേട്ട നിങ്ങൾ കാണുന്നില്ലേ? തൂഫാൻ പിന്നെ പ്രോഗ്രാം നിങ്ങൾ കാണുന്നില്ലേ? അപ്പൊ ഈ ഇല്ലായിരുന്നുവെങ്കിൽ ചർച്ച ചെയ്തതിനു ശേഷം ഒരു ഭരണാനുമതിക്ക് ശേഷമേ നടപ്പിലാക്കിയുള്ളൂ എന്നൊരു തീരുമാനം എടുക്കുകയില്ലായിരുന്നു എന്നുള്ളതാണ്. ആ തർക്കങ്ങളൊക്കെ തന്നെയാണ് ഈ പറയുന്ന തീരുമാനങ്ങളിൽ നിന്ന് പിന്നോട്ട് പോകാനുള്ള കാരണമായത്. ഇതൊക്കെ രണ്ട് സബ്ജക്റ്റ് ആണെന്ന് രണ്ട് സബ്ജക്റ്റ് അങ്ങാണിപ്പോൾ രണ്ടാമത്തെ സബ്ജക്ട് ഉന്നയിച്ചത് ഈ കാര്യവുമായി ബന്ധപ്പെട്ട് വലിയ ആരോപണങ്ങൾ പ്രതിപക്ഷം ഉന്നയിച്ചിട്ട് ഇതുവരെയും മാധ്യമങ്ങളെ കണ്ടില്ല. ഒരു വാർത്താ സമ്മേളനം വിളിച്ചിട്ട് അതിൽ നിന്ന് പിന്നാക്കം പോവുകയുമാണ് ചെയ്തത്. ചാനലിൽ എത്രയോ പ്രാവശ്യം ചർച്ചയിലിരിക്കുന്ന ആളാണ്. ഇത് കേൾക്കും മാധു, ഞാൻ നിങ്ങളുടെ ചർച്ചയിൽ ഈ ചാനലിൽ വരാൻ തുടങ്ങിയിട്ട് എത്ര കാലമായി? മാധുവിനല്ലാതെ വേറെ ആർക്കെങ്കിലും ഇത്രയും വെപ്രാളവും പരിവേശവും ഉണ്ടോ? ഞങ്ങൾക്ക് സംസാരിക്കുമ്പോൾ ആളുകൾക്ക് കേൾക്കാനായിട്ടുള്ള സൗമനസ്യം എന്താ? ഒരപേക്ഷയായിട്ട് എടുക്ക്. ഒരു വിഷയം പറയുമ്പോൾ എന്തിനാ ഇത്രയും ഇടങ്കോലിട്ട് ഇടയിൽ കയറി ബഹളം വെക്കുന്നത്? ആളുകൾ കേൾക്കട്ടെ എന്ന് ഞാൻ പറയുന്നത്. ഞങ്ങൾ പറയുന്നത് തെറ്റുണ്ടെന്ന് നിങ്ങൾ വിമർശിച്ചോ, ഞങ്ങളുടെ പോളിസികളെ, ഞങ്ങളുടെ നേതാക്കളെ, ഞങ്ങളുടെ സമീപനങ്ങളെ നിങ്ങൾ ആക്ഷേപിച്ചോ, വിമർശിച്ചോ, തിരുത്താൻ ശ്രമിച്ചോ. ഞങ്ങൾക്ക് പരാതിയില്ല, ഞങ്ങൾ പോസിറ്റീവായിട്ട് അതിനെ എടുക്കുന്നതേ. ഇവിടെ നമ്മൾ പറയുന്നതിന് ഇടയ്ക്കിടയ്ക്ക് കയറി എല്ലാ നിമിഷങ്ങളിലും ഇടപെട്ട് അങ്ങനെ അസ്വസ്ഥമാക്കിയാൽ എങ്ങനെയാ ശരിയാകുന്നത്? അത് ശരിയല്ലല്ലോ. അപ്പൊ ഞാൻ പറയുന്നത്, നിലവിൽ ഇപ്പോൾ കേരള സർക്കാർ ഈ ഓഹരി കൈമാറ്റവുമായി ബന്ധപ്പെട്ട് MSC കമ്പനിക്ക് അദാനി കൈമാറിയുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ഒരു അനുമതിയും കൊടുത്തിട്ടില്ല. ഇതുമായി ബന്ധപ്പെട്ട പരിശോധനകൾ നടക്കും, സുതാര്യമായ പ്രോസസ് ഉണ്ടാവും. കേരളത്തെയും നിയമസഭയെയും കേരളത്തിലെ പൊതുസമൂഹത്തെയും ബോധ്യപ്പെടുത്തേണ്ട കാര്യങ്ങളിൽ കൃത്യമായ നിലപാടുണ്ടാവും. ആശങ്കയുണ്ടെങ്കിൽ UDF പരിശോധിക്കും എന്ന് പറയണ്ടേ? ഞങ്ങളല്ലേ, UDF അല്ലേ ഈ ഗവൺമെന്റ്? കോൺഗ്രസ് പാർട്ടി പരിശോധിക്കുമെന്ന് പറയണ്ടേ? ഞങ്ങളുടെ പാർട്ടിയല്ലേ നയിക്കുന്നത് ഈ ഗവൺമെന്റിനെ? അപ്പൊ ഞങ്ങൾ പരിശോധിക്കും. ജനങ്ങൾക്ക് മോശം വരുന്നതോ നാടിന് നഷ്ടം വരുന്നതോ ആയിട്ടുള്ള ഒരു കാര്യത്തിനും ഞങ്ങൾ കൂട്ടുനിൽക്കില്ല. ക്ലിയർ കട്ടാണ് ഞങ്ങളുടെ തീരുമാനം. ശരി, അല്ല ഇത് ഒരു രാഷ്ട്രീയ തീരുമാനമല്ല. ഒന്നാമത്തെ കാര്യം തീരുമാനമെടുക്കാൻ ഇക്കാര്യത്തിൽ ഒരു നിയമോപദേശം തേടിയിട്ടില്ല ഇതുവരെയും. ഇതൊരു കരാർ ലംഘനമാണ്. അതുമായി ബന്ധപ്പെട്ട ഒരു നിയമോപദേശം തേടിയിട്ടില്ല. നിയമമന്ത്രി കൂടിയായ മുഖ്യമന്ത്രി ഇതുവരെ മറുപടി പറഞ്ഞിട്ടില്ല. മുഖ്യമന്ത്രി വാർത്താ സമ്മേളനം നടത്താൻ താമസിക്കുന്നു എന്ന് പറയുന്നു. നിയമമന്ത്രിക്ക് വാർത്താ സമ്മേളനം നടത്താം, തുറമുഖമന്ത്രിക്ക് വാർത്താ സമ്മേളനം നടത്താം. ഇതെല്ലാം ഒരാളാണ് എങ്കിൽ ഈ പറയുന്ന കാര്യങ്ങളുമായി ബന്ധപ്പെട്ടൊക്കെ കൃത്യത വരുത്തണം. ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ഇടപെടുന്നു, ബുദ്ധിമുട്ടിക്കുന്നു തുടങ്ങിയ കാര്യങ്ങൾ പറഞ്ഞിട്ട് കാര്യമില്ല. അങ്ങാണ് ഈ വിഷയം, ഈ പറയുന്ന മദ്യവുമായി ബന്ധപ്പെട്ട വിഷയം ഈ ചർച്ചയിലേക്ക് വലിച്ചിട്ടതാരാണ്? അങ്ങനെ വ്യത്യസ്ത വിഷയങ്ങളിലേക്ക് പോകുമ്പോൾ ആ കാര്യത്തിൽ ചോദിക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ടൊന്നും കാര്യമില്ല. ഞങ്ങളുടെ മുന്നണിക്കും ഞങ്ങളുടെ ഗവൺമെന്റിന് എന്തൊക്കെ ചെയ്യണം, അതിൽ പോരായ്മയുണ്ടെങ്കിൽ ഞങ്ങളാണ് റെസ്പോൺസിബിൾ. മുഖ്യമന്ത്രി നിങ്ങളുടെ നയപരമായ തീരുമാനമല്ല, പ്രാഥമികമായി അത് മനസ്സിലാക്കൂ. വിഴിഞ്ഞം പോർട്ടുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന കാര്യങ്ങൾ UDFന്റെ നയപരമായ കാര്യമല്ല, ഇത് നിയമപരമായ കാര്യമാണ്. സർക്കാരും അദാനി പ്രൈവറ്റ് ലിമിറ്റഡുമാണ് ഇതിന്റെ പങ്കാളികൾ, UDF അല്ല. ഇത് നിയമപരമായ കാര്യമാണ്. നിങ്ങൾക്ക് നയപരമായി എടുക്കാൻ കഴിയുന്ന ഒരു തീരുമാനമല്ല ഇത്. സർക്കാരിനെ നിയന്ത്രിക്കുന്നു എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് രാഷ്ട്രീയമായി എടുക്കാൻ കഴിയുന്ന തീരുമാനമല്ല. ഇതാണ് ഞങ്ങളുടെ പോളിസി എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് അതിനെ ന്യായീകരിക്കാനും കഴിയില്ല. ഇത് സാങ്കേതികമായ കാര്യമാണ്. ഇതിൽ UDF ഇല്ല. ഇതിൽ സർക്കാരും അദാനി കമ്പനിയും തമ്മിലുള്ള കരാറാണ്. ആ കരാറിൽ ഒപ്പുവെച്ചത് ഇതിന് മുമ്പുള്ള ഉമ്മൻചാണ്ടി സർക്കാരാണ്. അതിനുശേഷം വന്നത് കഴിഞ്ഞ LDF സർക്കാരാണ്. അതിന്റെ തുടർച്ച എന്ന നിലയ്ക്ക് ഈ സർക്കാരാണ് അതിൽ തീരുമാനമെടുക്കേണ്ടത്. UDF യോഗം ചേർന്നിട്ടല്ല. അങ്ങനെയൊന്നും സംസാരിക്കരുത്. നിങ്ങൾ പോർട്ട് സെക്രട്ടറി വിളിച്ച് ചർച്ച ചെയ്യും. പോർട്ട് സെക്രട്ടറിയാണോ ഇവിടുത്തെ സർക്കാർ? ഉദ്യോഗസ്ഥരൊക്കെ സർക്കാരിന് മുകളിലാണോ? ചീഫ് സെക്രട്ടറിയാണോ ഇവിടുത്തെ സർക്കാർ? സർക്കാർ സംസാരിച്ചാൽ മതിയെങ്കിൽ ചീഫ് സെക്രട്ടറിയാണോ സംസാരിക്കേണ്ടത്? ചീഫ് സെക്രട്ടറിയാണോ ഇവിടുത്തെ സർക്കാർ? ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കൂ. കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ പാർട്ടിയുടെ പ്രതിനിധിയായിട്ടാണ് ഞാൻ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. എന്റെ പാർട്ടിയുടെ പൊളിറ്റിക്കൽ പൊസിഷൻ എനിക്ക് പറയേണ്ടി വരും. അത് കേൾക്കാൻ സൗകര്യമുണ്ട്. നിങ്ങൾ എന്നെ വിളിച്ചാൽ പാർട്ടിയുടെ പൊളിറ്റിക്കൽ പൊസിഷൻ അല്ല ഈ വിഷയത്തിലെ പ്രധാന കാരണമെന്നാണ് ഞാൻ അങ്ങോട്ട് വളരെ വിനയപൂർവ്വം പറയുന്നത്. നിങ്ങളുടെ പാർട്ടിയുടെ പൊളിറ്റിക്കൽ പൊസിഷൻ അനുസരിച്ചല്ല വിഴിഞ്ഞം കരാർ മുന്നോട്ട് പോകുന്നത്. അതിൽ കരാർ ലംഘനം ഉണ്ടായിട്ടുണ്ട്. ഈ കരാറിൽ വളരെ കൃത്യമായി പറയുന്നുണ്ട്, വയലേഷൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ കരാർ റദ്ദാക്കാൻ പോലും സർക്കാരിന് കഴിയുമെന്ന്. കമാൻഡർ അക്ഷരം വേണ്ടിയിട്ടില്ല, ഒരു നിയമോപദേശം തേടിയിട്ടില്ല, ഒരു എതിർപ്പ് അറിയിച്ചിട്ടില്ല. അതൃപ്തി, അതിനാണ് നേരത്തെ പ്രണയലേഖനം നടത്തി അനിൽകുമാർ പരിഹസിച്ചത്. കേട്ടോ, നിങ്ങൾ അയച്ച അതൃപ്തി ഉണ്ടല്ലോ, അതിനെയാണ് നേരത്തെ പ്രണയലേഖനം എന്ന് പരിഹസിച്ചത്. മിണ്ടാതെയും മൂടാതെയും പാർട്ടിയാണ് കേരളം ഭരിക്കുന്നത്. ഞങ്ങളുടെ പാർട്ടിക്കെതിരായിട്ട് നിങ്ങളുടെ പാർട്ടി അങ്ങ് നേരത്തെ പറഞ്ഞല്ലോ, അധികാരത്തിലെത്തിച്ച പാർട്ടിയും മുന്നണിയുമെന്ന. പാർട്ടിയും മുന്നണിയുമല്ല സർ, ജനങ്ങളാണ് അധികാരത്തിലെത്തിച്ചത്. കേട്ടോ, ജനങ്ങളാണ് അധികാരത്തിലെത്തിച്ചത്, പാർട്ടിയും മുന്നണിയുമല്ല. പാർട്ടിയും മുന്നണിയുടെയും പേരും ചിഹ്നവുമേ ഉണ്ടായിരുന്നുള്ളൂ. ജനങ്ങളാണ് അധികാരത്തിലെത്തിച്ചത്. ഒറ്റ മാസം കഴിഞ്ഞപ്പോൾ പാർട്ടി അധികാരത്തിലെത്തിച്ചു. മുഖ്യമന്ത്രി അധികാരത്തിലെത്തിച്ചത് പാർട്ടിയാണോ? നിങ്ങളുടെ പാർട്ടി VD സതീശനെ മുഖ്യമന്ത്രി ഞങ്ങൾ കണ്ടിരുന്നു. കേട്ടോ, ഞങ്ങൾ കണ്ടിരുന്നു. നിങ്ങളുടെ പാർട്ടി അത് VD സതീശനായാലും മന്ത്രിമാരായാലും അവർക്കെതിരെ ആരോപണം ഉയർന്നു വന്നാൽ പ്രൊട്ടക്ട് ചെയ്യാനുള്ള ഉത്തരവാദിത്വം രാഷ്ട്രീയമായി ഞങ്ങൾ കൊണ്ടുവന്നു. മറുപടി പറയണം സാർ. പ്രൊട്ടക്ട് ചെയ്യുകയല്ല വേണ്ടത്, ആരോപണം മറുപടി പറയണം, മിണ്ടാതിരിക്കുകയല്ല വേണ്ടത്. നിങ്ങൾ എത്രയൊക്കെ ഇടപെട്ട് സംസാരിച്ചാലും ഞാൻ വളരെ കൃത്യമായി പറയാൻ ആഗ്രഹിക്കുന്നു.
കോൺഗ്രസ് ഭരിക്കുന്ന ഒരു ഗവൺമെന്റിനെതിരെ പ്രതിപക്ഷമടക്കം ഉയർത്തുന്ന ആക്ഷേപങ്ങൾ ഉയർന്നു വരുമ്പോൾ അതിൽ ക്ലാരിറ്റി വരുത്തേണ്ടതുണ്ടെങ്കിൽ, തിരുത്തേണ്ടതുണ്ടെങ്കിൽ, പ്രതിരോധിക്കേണ്ടതുണ്ടെങ്കിൽ അത് കോൺഗ്രസ് പാർട്ടി പ്രതിരോധിക്കും. അതിന്റെ അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ ആരോപണത്തിന് മറുപടി പറയേണ്ടതില്ല, പ്രതിരോധിക്കേണ്ടതില്ല എന്ന് കോൺഗ്രസ് പാർട്ടി തീരുമാനിച്ചു എന്നായിരിക്കണം അതിന്റെ കൺക്ലൂഷൻ. Debate with Madhu Saji.